ഞാൻ ഋതുവും കൂടി നേരെ പാർക്കിൽ വന്നു. ഈ ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വന്നിരിക്കുന്നു കേട്ടോ ആൾ. എൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിയിട്ട് ഞാനത് വാങ്ങാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ആൾ. പെട്ടെന്ന് പോയി ഞാൻ അവനെ പിടിച്ചെൻ്റെ മടിയിൽ കൊണ്ടുവന്നിരുത്തിയപ്പോൾ വീണ്ടും കുറേ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുകയാണ് ആൾ. ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പാർക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അവർ ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചുറ്റും കാണുന്ന ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ ഓരോ കിളിക്കൂടുകളും ഉണ്ട്. നമ്മൾ എസ്പെഷ്യലി മോർണിംഗിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ചെറിയ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ ഈ ആശൻ കൈയൊക്കെ ബാക്കിൽ കെട്ടി നടക്കണം കാണുമ്പോൾ ഭയങ്കര വലുതായ പോലെ തോന്നും എനിക്ക്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ എനിക്കുള്ളത് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റ് ആയി. കാരണം എനിക്ക് ഋതുവിൻ്റെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഫോണിൽ ഗാലറിയിൽ ഉണ്ടെങ്കിൽ കൂടിയും ചില സമയത്ത് നമ്മൾ ഫോണിൽ സ്പേസ് പോയി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിടുന്ന് ഡിലീറ്റ് ആയി പോകും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ജനിച്ച മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ സ്റ്റോർഡാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. നേരത്തെ കാണിച്ചത് ഇവിടുത്തെ നമ്മുടെ പാർക്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അത് അവരിങ്ങനെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയൊരു പാർക്ക് ടൂർ എന്നും കൂടി പറയാം. ഇവിടെ വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും ഉണ്ട്, ഫ്രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ബോത്ത്